എറണാകുളത്ത് വിദ്യാർത്ഥിനിക്ക് നേരെ സഹപാഠികൾ നായ്ക്കുരുണ പൊടിയെറിഞ്ഞ സംഭവത്തിൽ സഹപാഠികളെയും 2 അധ്യാപകരെയും പ്രതികളാക്കി പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥിനിക്ക് മാനസിക പിന്തുണ നൽകിയില്ലെന്നതാണ് അധ്യാപകർക്കെതിരായ കുറ്റം. അർച്ചനയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. അർച്ചന, കഴിഞ്ഞ ദിവസങ്ങളിൽ ആ കുട്ടിയുടെ പ്രതികരണം വന്നത് അവൾ പറയുന്നത് പ്രകാരം അവൾ അനുഭവിച്ച വേദന എന്താണ്? ചൊറിഞ്ഞ് നീറി ആ ബാത്റൂമിനകത്ത് ഇരുന്ന സമയത്ത് അനുഭവിച്ച വേദന, അതിനുശേഷം ഈ ദിവസങ്ങളിൽ അത്രയും ദേഹം അസകലം ചൊറിഞ്ഞുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് വേദനയുണ്ടായ ആ സമയം അവളുടെ വാക്കുകളിൽ നിന്ന് ആ നീറ്റൽ എന്താണ് എന്ന് നമ്മൾ കൂടി അറിഞ്ഞതാണ്. വേദനയ്ക്കപ്പുറം അപമാനം കൂടി സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ആ ചെറിയ പെൺകുട്ടിക്ക്. ആർക്കൊക്കെ എതിരെയാണ് കേസെടുത്തിരിക്കുന്നത്? എന്തൊക്കെയാണ് പോലീസിന്റെ ബോധ്യം? ഇക്കഴിഞ്ഞ ഫെബ്രുവരി 3-നാണ് അതിദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ദേഹത്ത് നായ്ക്കുരുണ പൊടി ചെറിയ സംഭവത്തിലാണ് കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത്. അതായത് അധ്യാപകർക്കെതിരെയും സഹപാഠികൾക്കെതിരെയുമാണ് പെൺകുട്ടി പരാതി പറഞ്ഞിരുന്നത്. 5 പേർക്കെതിരെ. ഇതിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കുട്ടിയുടെ അമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയും കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലുമാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് അധ്യാപകർക്കെതിരെ ഇത്തരത്തിൽ കുട്ടിയെ പിന്നീട്, അതായത് സംഭവത്തിന് ശേഷവും മാനസിക പിന്തുണ നൽകിയില്ല എന്ന് പറഞ്ഞു. സഹപാഠികൾക്കെതിരെ ഇത്തരത്തിൽ കുട്ടിയെ ഉപദ്രവിച്ചതിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. 5 വിദ്യാർത്ഥികൾക്കെതിരെയും 2 അധ്യാപകർക്കെതിരെയുമാണ് വിദ്യാർത്ഥിനി പരാതി പറഞ്ഞിരുന്നത്. ഈ വിദ്യാർത്ഥികൾ തന്നെ ഇത്തരത്തിൽ നായ്ക്കുരുണ പൊടി എറിഞ്ഞതിനു ശേഷം പരിഹസിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങിയിരുന്നുവെന്നും ഈ പെൺകുട്ടി പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഫെബ്രുവരി 3-ന് ഇത്തരത്തിൽ പെൺകുട്ടിയുടെ ദേഹത്തിൽ നായ്ക്കുരുണ പൊടി വീണതിനെ തുടർന്ന് ഏറെ ദിവസം ചികിത്സയിലായപ്പോൾ പിന്നീട് അനുഭവിച്ചത് വളരെ ദുരിതപൂർവമായ സാഹചര്യത്തിലൂടെയാണ് പെൺകുട്ടി ഇപ്പോൾ പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. അർച്ചന, മാനസിക പിന്തുണ കൊടുത്തില്ല എന്നാണ് അധ്യാപകർക്കെതിരെ ആ കാരണം കാണിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. അമ്മ സ്കൂളിൽ എത്തിയതിനു ശേഷമാണ് അത്രയും സമയം ബുദ്ധിമുട്ടിയ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ അധ്യാപകർ തയ്യാറാകുന്നത്. അമ്മയാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം എക്സാം എഴുതണമെങ്കിൽ ഹാജർ നില മതിയായത് ഉണ്ടായാൽ മാത്രമാണ് എന്ന് പറഞ്ഞ് കുട്ടിക്ക് സമ്മർദ്ദം കൊടുക്കുകയും ചെയ്യുന്നു. ഈ കാരണങ്ങളൊക്കെ ഈ പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കെതിരെയും കേസെടുത്തിരിക്കുന്നത്. സംഭവം എറണാകുളത്താണ്. വിദ്യാർത്ഥിക്കെതിരെ നായ്ക്കുരുണ പൊടി എറിഞ്ഞ സംഭവത്തിൽ സഹപാഠികളെയും 2 അധ്യാപകരെയും പ്രതികളാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അർച്ചന വിനോദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.